വിവാഹശേഷം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് തന്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരുന്ന വിവരം ജെയിംസ് കാസ്റ്റൽ അറിയുന്നത്. സ്പാനിഷ് ഹോട്ടലിലെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്ന മിസ്റ്റർ ജെയിംസ് കാസ്റ്റൽ ആ ഒരു വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ തന്റെ കുഞ്ഞിനെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. തന്റെ കുഞ്ഞ് ജനിക്കാൻ ഇനി 3 മാസമേ ബാക്കിയുള്ളൂ. ജെയിംസ് കലണ്ടറിലെ താളുകൾ പതിയെ മറച്ചു. ആദ്യമായി ഒരു പിതാവാകാൻ പോകുന്ന സന്തോഷത്തിൽ അന്നും തന്റെ കൺമണിയെ സ്വപ്നം കണ്ട് അയാൾ ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ വലിയൊരു സ്വപ്നവും അതിനോടൊപ്പം ഒരു അശരീരിയും കേട്ട് അയാൾ ഞെട്ടി ഉണർന്നു. ജനിക്കാനിരിക്കുന്ന തന്റെ കുഞ്ഞിനെ കാണാൻ അയാൾക്ക് യോഗമുണ്ടാകില്ല എന്നായിരുന്നു ആ അശരീരി. താൻ ഉടനെ മരിക്കുമെന്ന് ജെയിംസിന് ബോധ്യമായി. മറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അയാൾ നേരെ ചെന്ന് $1,00,000 ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു. മരണശേഷം മാത്രം അവകാശികൾക്ക് ലഭിക്കുന്ന ഒരു പോളിസിയായിരുന്നു അത്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഒരു ദിവസം ജോലി കഴിഞ്ഞ് ജെയിംസ് കാറിൽ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. മണിക്കൂറിൽ 50 മൈൽ എന്ന മിതമായ ഒരു വേഗതയിലാണ് അയാൾ കാർ ഓടിച്ചിരുന്നത്. എന്നാൽ അമിതമായ വേഗതയിൽ എതിരെ വരികയായിരുന്ന മറ്റൊരു കാർ പെട്ടെന്ന് റോഡിൽ സ്ഥാപിച്ചിരുന്ന സേഫ്റ്റി ബാരിയറിൽ തട്ടിത്തെറിച്ച് അന്തരീക്ഷത്തിൽ മലക്കം മറിഞ്ഞ് ജെയിംസിന്റെ കാറിന്റെ മുകളിലേക്ക് വന്ന് വീണു. അപകടത്തിൽപ്പെട്ട കാറിലെ ഡ്രൈവറും ജെയിംസും ആ നിമിഷം തന്നെ മരണപ്പെട്ടു. എന്നാൽ യാതൊരു കാലതാമസവും കൂടാതെ ജെയിംസിന്റെ പോളിസി തുകയായ $1,00,000 ഇൻഷുറൻസ് കമ്പനി ജെയിംസിന്റെ ഭാര്യയെ ഏൽപ്പിച്ചു. പോളിസി എടുത്ത് ഉടനെ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള മരണങ്ങളിൽ കമ്പനി വിശദമായ അന്വേഷണങ്ങളും മറ്റും നടത്തി ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സാധാരണഗതിയിൽ അവകാശികൾക്ക് ഈ പണം നൽകാറുള്ളത്. എന്നാൽ വിസ്മയകരമായ ഈ ഒരു അപകടത്തിൽ സംശയത്തിന് യാതൊരു സ്ഥാനവും ഇല്ലെന്നാണ് ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്.